ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പിള്ളേർക്കും വലിയ ആളുകൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡ്രീം കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഡ്രീം കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ബിസ്ക്കറ്റ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുക പിള്ളേർക്കെല്ലാം. അപ്പോൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സിയിൽ ജാറിട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ക്രീമോട് കൂടെ തന്നെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ ക്രീമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ഈ ബിസ്ക്കറ്റും അതുപോലെ ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് പാൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, അത് ഓവറായി പോകാതിരിക്കാനായിട്ട് നോക്കണം. ഇനി ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നല്ല ഒന്നുകൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ചോറ്റും പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ഡ്രീം കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ ഒരു മിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള കേക്ക്, അതായത് നമ്മുടെ ഡ്രീം കേക്കിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ആ ഒരു ഫില്ലിങ്ങിനുള്ള കാര്യം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാനിത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ചോറ്റും പാത്രത്തിൽ ഈ കേക്ക് ഞാൻ തിരിച്ച് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഷുഗർ സിറപ്പ് പഞ്ചസാരയിൽ മിൽക്ക് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നോർമൽ വാട്ടറിലതും ആക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് എന്നുള്ള സെക്കൻഡ് ലെയറിനുള്ള കാര്യം ചെയ്യാം. അപ്പോൾ ഞാൻ അമൂലിൻ്റെ മിൽക്ക് ചോക്ലേറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 15 രൂപയാട്ടോ വരുന്നത്. അങ്ങനെ 15 രൂപയുടെ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് എല്ലാം ഒന്ന് പീസാക്കിയിട്ടതിന് ശേഷം നമ്മുടെ ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. തമ്പുട്ടിയും കച്ചുട്ടിനും ഇപ്പോഴേ വിരലൊക്കെ ഇട്ട് നോക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ക്രീമെല്ലാം നല്ല രീതിയിൽ, ചോക്ലേറ്റെല്ലാം നല്ല രീതിയിൽ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക്, അതായത് ഇതിൻ്റെ ആ ഒരു കേക്കിൻ്റെ മേലെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നെക്സ്റ്റ് കോട്ടായിട്ട്. അപ്പം ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ചെറിയൊരു ചൂടോടെ തന്നെയാണ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അതൊന്ന് കുറച്ച് നേരം തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഇവിടെ മിൽക്കി ബാറാണ് എടുത്തിട്ടുള്ളത്. 10 രൂപയുടെ 3 പാക്കറ്റ് മിൽക്കി ബാർ ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് സെയിം മെത്തേഡ് തന്നെ നമുക്ക് ബാക്കി വരുന്ന ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ കേക്കിൻ്റെ ആ ഒരു സംഭവം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലോട്ട് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് കോട്ടും, അതായത് കേക്ക് വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ മിൽക്കി ബാറിൻ്റെ ഒഴിച്ചു കൊടുത്തു. ഇനി ജസ്റ്റ് നമുക്ക് ഡെക്കറേഷന് വേണ്ടി എന്ന രീതിയിൽ നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഒരു 5 രൂപയുടെ ബൂസ്റ്റോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഡ്രീം കേക്ക്. തമ്പൂട്ടിയും കച്ചൂട്ടിനും കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മളിത് രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ഇവർ തമ്പു എണീറ്റത് തന്നെ കേക്കിൻ്റെ കാര്യം ഓർത്തുകൊണ്ടാണ്. കേക്ക് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എണീറ്റത് തന്നെ. ഇവർ കഴിച്ചിട്ട് ഇവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഉണ്ടാക്കി കൊടുത്ത് നമുക്കും എന്തായാലും നല്ലൊരു സന്തോഷം തന്നെയാണ്. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കച്ചുവിൻ്റെ മുഖമൊക്കെ ചെറുതായിട്ട് ചുളിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കുഞ്ഞു മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി, ഞാനിത് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഇവർ തന്നെയായിരുന്നു. അവർക്കിങ്ങനെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ.
വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കയ്യിലുണ്ടെച്ചെങ്കിൽ ഇപ്പോൾ ഓറിയോ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഏത് തരം ബിസ്ക്കറ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പം തന്നെ അവർ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ. അപ്പോൾ ടാറ്റാ.